ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു മൈ വ്ളോഗ്. അപ്പോൾ ഇന്നിവിടെ ഫ്രൈഡേ ആയതുകൊണ്ട് ഹോളിഡേ ആണ്. രാവിലെ തന്നെ നമ്മൾ ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ കണ്ടോ, എല്ലാ ഷോപ്പുകളൊന്നും ഇപ്പോൾ തന്നെ ഓപ്പൺ ചെയ്തിട്ടില്ല. ഹോട്ടലൊന്നും അധികം റഷില്ല. 12 മണിക്ക് ശേഷമാണ് അധികം ഷോപ്പുകളൊക്കെ ഓപ്പൺ ആവുന്നത്. ചിലതൊക്കെ ഓപ്പൺ ആവും. അപ്പോൾ രാവിലെ നമ്മൾ ഷോപ്പിംഗ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചില സ്ഥലത്തൊക്കെ നമുക്ക് ഇറങ്ങാൻ പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ട് രാവിലെ തന്നെ ഇറങ്ങിയതാണ്. അപ്പോൾ ഇവിടെ ഭയങ്കര ചൂടാണ്. രാവിലെ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ചൂടെന്ന് പറയുന്നത് നമ്മൾ ഉച്ചയ്ക്ക് ചൂടുണ്ടാവില്ല, അത്രയും ചൂടാണ് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അൽക്കോബർ കോർണിഷേക്ക് പോവുകയാണ്. അവിടെ നിയറസ്റ്റ് ആയിട്ട് തന്നെ ഒരു ഹെറിറ്റേജ് വില്ലേജ് ഉണ്ട്. അതൊരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആണ്. അപ്പോൾ അവിടെ കുറേ കാര്യങ്ങൾ, ആൻറ്റിക് കളക്ഷൻസ് ഒക്കെ കാണാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് അതിൻ്റെ എൻട്രൻസ് വ്യൂ എന്ന് പറയുന്നത്. കുറേ ലൈറ്റ്സും ഡൈനിങ് ടേബിൾസും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു വലിയ ഹാളാണ്. ദെൻ അതിൻ്റെ ഒരു റൈറ്റ് സൈഡിലൊക്കെ ആയിട്ട് തന്നെ ഒരു ഓൾഡ് കോഫി ഷോപ്പൊക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് കോഫിയൊക്കെ വേണമെങ്കിൽ അവർ പ്രിപ്പയർ ചെയ്ത് തരും. പിന്നെയെന്ന് പറയുന്നത് അതിൻ്റെ മിഡിൽ വ്യൂ ആണ് ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത്. കുറേ ആൻറ്റിക് കളക്ഷൻസൊക്കെ മുകളിലായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ദെൻ അതിൻ്റെ അപ്സ്റ്റേഴ്സിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു വലിയ ലോങ് ഹാൾവേ കാണാം. അതിൻ്റെ സൈഡിലായിട്ട് കുറേ റൂംസൊക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൽ വേണമെങ്കിൽ ഇരുന്ന് നമുക്ക് ഫുഡൊക്കെ കഴിക്കാം. നെക്സ്റ്റ് ഒരു വിൻറ്റേജ് സ്കൂൾ അറേഞ്ച്മെൻ്റ് ആണ്. അതേപോലെ തന്നെ കുറേ ഷോപ്പുകളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. ദെൻ ഒരു ഹ്യൂജ് ആൻറ്റിക് കളക്ഷൻസ് ആണ്. ഇവിടെ ഒരു പഴയ കറൻസിയൊക്കെ ഇവിടെ ഉണ്ട്. ദെൻ ഒരു ഹ്യൂജ് കളക്ഷൻ ഓഫ് മമ്മിഫൈഡ് ആനിമൽസ്, അതേപോലെ തന്നെ ബേർഡ്സ്. ആനിമൽസിനൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം വിചാരിക്കും സ്റ്റാറ്റ്യൂ പോലെ ഉണ്ടാക്കി വെച്ചേക്കാണെന്ന്. പക്ഷേ അതങ്ങനെയല്ല. അവരുടെ കണ്ണിലേക്കൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും റിയലിസ്റ്റിക് ആയിട്ട് തോന്നും. അതേപോലെ തന്നെയാണ് കേട്ടോ ബേർഡ്സ് എന്ന് പറഞ്ഞാൽ അവരുടെ തൂവൽ, അതേപോലെ തന്നെ കാലുകളൊക്കെ അതേപോലെ തന്നെ ഉണ്ട്. നമുക്ക് ശരിക്കും റിയലിസ്റ്റിക് ആയിട്ട് തന്നെ തോന്നുന്ന ഒരു പാർട്ടാണിത്. എനിക്ക് ഹെറിറ്റേജ് വില്ലേജിൽ വന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാർട്ട് എന്ന് പറയുന്നത് ഈ മമ്മിഫൈഡ് ആനിമൽസിൻ്റെ ഒരു കളക്ഷൻസ് ആണ്. നെക്സ്റ്റ് വരുന്നത് ഒരു ഓട്ടോമൊബൈൽ മ്യൂസിയം ആണ്. ഓട്ടോമൊബൈൽ മ്യൂസിയം എന്ന് പറയുമ്പോൾ അവിടെ കുറച്ച് കാഴ്സ് ഉണ്ട്. വിൻറ്റേജ് സ്റ്റൈൽ കാഴ്സാണ് അവിടെ ഉള്ളത്. സൈക്കിൾസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ വരുന്നത് മണ്ണേറ്റ് ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് രൂപങ്ങളാണ്. കിണർ, അതൊരു പഴയ ഓൾഡ് വില്ലേജിനെ കാണിക്കുന്ന തരത്തിലാണ് അവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഹെറിറ്റേജ് വില്ലേജിൽ. പിന്നെ ഞങ്ങൾ നെക്സ്റ്റ് പോയത് ജുബൈലിലേക്കാണ്. അൽജുബൈൽ ഒരു പാർക്കുണ്ട്, അങ്ങോട്ടാണ് പോയത്. ഞങ്ങൾ ബ്രദറും ഉണ്ടായിരുന്നു. അപ്പോൾ പോകുന്ന വഴിയിലാണ് ഞാൻ അത് കണ്ടത്. ഇതെന്ന് പറഞ്ഞാൽ വേൾഡിലെ തന്നെ ഏറ്റവും വലിയ ഇൻഡസ്ട്രിയൽ സിറ്റി എന്ന് പറയുന്ന ഒന്നാണ് ഈ കാണുന്നത്. പക്ഷെ ഇതിൻ്റെ ഒരു ചെറിയ പാർട്ട് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അത് എത്രയോ കിലോമീറ്റേഴ്സോളം വ്യാപിച്ച് കിടക്കുന്ന ഒന്നാണ്. ബട്ട് നമ്മളിങ്ങനെ വണ്ടി മൂവ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല എന്ന് തോന്നുന്നു എനിക്ക്. പക്ഷെ നൈറ്റൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ. കാരണം കുറേ ലൈറ്റ്സൊക്കെ വെച്ചിട്ട് ഒരു സിറ്റി പോലെ നമുക്ക് തോന്നും. അത്രയ്ക്ക് വലിയ ഒരു ഇൻഡസ്ട്രിയൽ സിറ്റിയാണ് ഈ കാണുന്നത്. ഒരു ചെറിയ പാർട്ടാട്ടോ. ദെൻ ഞങ്ങൾ ഡെറിൻ ഹിൽ പാർക്കിലെത്തി. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഭയങ്കര സൈലൻ്റ് ആണ്. ആ കാണുന്ന ബ്രിഡ്ജ് കണ്ടോ, അതിൻ്റെ അപ്പുറത്തൊരു ദ്വീപ് പോലെയാണ്. അതിലേക്ക് നമുക്ക് വേണേൽ പോവാം. അങ്ങനെ കുറേ കാറ്റൊക്കെ കൊണ്ടിട്ട് ഇരിക്കാൻ പറ്റിയ ഒരു പെർഫെക്റ്റ് പ്ലേസാണിത്. നമുക്ക് ഫാമിലിയൊക്കെ ആയിട്ട് വരാൻ പറ്റിയ ഒരു പെർഫെക്റ്റ് ഡെസ്റ്റിനേഷൻ കൂടെയാണിത്. അപ്പോൾ അപ്പോഴേക്കും ഈവനിങ് ആയിട്ടോ, ഞങ്ങൾ വന്നിട്ട് കുറച്ച് ടൈം ആയിരുന്നു. ദെൻ അവിടെ കുറച്ച് കറങ്ങിയതിന് ശേഷം കുറച്ച് കാറ്റൊക്കെ കൊണ്ടതിന് ശേഷം ഇങ്ങനെ ഇരിക്കുമ്പോഴേക്കും സൂര്യനൊക്കെ ഇങ്ങനെ താഴ്ന്നു പോയി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കാമെന്ന്. അപ്പോൾ നിങ്ങൾ ദമാമിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഏറ്റവും മസ്റ്റ് വാച്ചഡ് ആയിട്ടുള്ള 2 പ്ലേസാണ് ഹെറിറ്റേജ് വില്ലേജും അതേപോലെ തന്നെ ഡെറിൻ ഹിൽ പാർക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. താങ്ക് യു ഫോർ വാച്ചിങ്.